ആദ്യം തന്നെ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിംഷ, ഇതെൻ്റെ ഹസ്ബൻഡ് അജേഷ്, ഇതെൻ്റെ മോൻ അഭിഷേക്, ഇളയ മോള് ഐശാനി. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ എൻ്റെ മോൾക്ക് ബ്ലഡ് ക്യാൻസർ എന്നൊരു രോഗം ബാധിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ആയ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഈ മോൾക്ക് 1 വയസ്സ് തികഞ്ഞ സമയം മുതൽ പനി കണ്ടിന്യൂസ് ആയിട്ട് മാറാണ്ട് വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ട് കാണിച്ചപ്പം ഞങ്ങൾക്ക് മോളെ ICUയിലേക്ക് മാറ്റേണ്ടി വന്നു. അവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്താണ് ഞങ്ങൾ അറിയുന്നത് മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന്. അവിടെ തൊട്ട് ഞങ്ങളൊരു 6 മാസക്കാലം ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ കീമോതെറാപ്പിയൊക്കെ ആയിട്ട് കഴിഞ്ഞു. ആ സമയമൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ കടന്നു പോയി എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഞങ്ങൾ എത്തുമായിരുന്നു. പുറത്ത് വന്ന് മോളെ ICUവിനുള്ളിലിരുത്തി പുറത്ത് വന്ന് ഞാൻ ബെഞ്ചിലിരുന്ന് ഒരുപാട് നേരം കരഞ്ഞ് പ്രാർത്ഥിക്കും. മനസ്സിൽ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവുണ്ടെങ്കിലും ഞാൻ അതൊന്നും കാണാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്നേരം. യൂട്യൂബിൽ ഓരോരുത്തർ ഞങ്ങൾക്ക് ലിങ്കെല്ലാം അയച്ചു തരുമായിരുന്നു, പക്ഷേ ഞാനതൊന്നും ഓപ്പണാക്കി നോക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ വെറുതെ ഫോണിൻ്റെ ലോക്ക് തുറന്ന പാടെ എനിക്ക് ആദ്യം തന്നെ കൃപാസനത്തിൽ ഒരു സാക്ഷ്യമാണ് വന്നത്. ഞാനത് കാര്യമാക്കി എടുത്തില്ല, ഞാനത് ബേക്കടിച്ച് പിന്നെ ഫോൺ കോൾ ചെയ്യേണ്ടതിലേക്ക് എടുക്കുകയും ചെയ്തു. പിന്നീട് 2-3 പ്രാവശ്യം ഇതുപോലെ തന്നെ ഫോൺ ലോക്ക് തുറക്കുമ്പോൾ എല്ലാം എനിക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാനത് അന്നേരം ഒന്നും കാര്യമാക്കി എടുത്തില്ല. അന്നേരം ഒന്നും പ്രാർത്ഥിക്കാനുള്ളൊരു മൈൻഡിലേ ആയിരുന്നില്ല ഞങ്ങൾ. ആ സമയത്ത് ട്രീറ്റ്മെൻ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം മോളുടെ അവസ്ഥയെല്ലാം ഭയങ്കര വീക്കായി. ഞാൻ ഒരു ദിവസം ഇങ്ങനെ പുറത്ത് ബെഞ്ചിൽ വന്നിരിക്കുമ്പോൾ കൃപാസനത്തിൽ ഒരു സാക്ഷ്യം കേട്ടു. ആ സാക്ഷ്യത്തിൽ പറഞ്ഞത് ലുക്കീമിയ എന്നൊരു രോഗം ബാധിച്ചൊരു വലിയ ചേച്ചി ഒരു സാക്ഷ്യം പറയുന്നതായിരുന്നു കേട്ടത്. ഞാൻ ഡോക്ടർമാരൊരു പ്രതീക്ഷയും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്നോടൊന്നും ഈ മോൾക്ക് ഇത്രയും ക്രിട്ടിക്കലായ സമയം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഒരു പ്രതീക്ഷയില്ല നമുക്ക്, പിന്നെ എല്ലാം കീമോതെറാപ്പി മുതലുള്ള സകല കാര്യങ്ങളും ചെയ്തു നോക്കാം, അത്ര മാത്രമേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 6 മാസത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നതിന് മുൻപായിട്ട് ഞാൻ മാതാവിനോടും ഈശോയോടും പറഞ്ഞിരുന്നു, ഞാൻ എന്തായാലും മോളെയും കൊണ്ട് കൃപാസനത്തിൽ വരും. ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോയാൽ കൃപാസനത്തിൽ മോളെ കൊണ്ടുവന്നോളാം, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് മാതാവിന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തിയ സമയത്ത് മോൾക്ക് ഇൻഫെക്ഷൻ ആകുമെന്നുള്ള ഭയം കൊണ്ട് ഞങ്ങൾ കൃപാസനത്തിൽ വന്നില്ല. വരാതിരുന്ന സമയം 3-ാമത്തെ മാസം ചെക്കപ്പിന് പോയപ്പം പിന്നീട് വീണ്ടും കുട്ടിക്ക് റിപ്പീറ്റ് വന്നുവെന്ന് ഡോക്ടർമാർ ഇത് കൺഫേം ചെയ്തു. അങ്ങനെ ഞങ്ങൾ മണിപ്പാലുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു. അവിടെ ഞങ്ങൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായിരുന്നു. മോൾക്ക് ആ സമയത്തൊക്കെ ഡോക്ടർമാർ പറഞ്ഞു 3 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ ഇത് വന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് മജ്ജ മാറ്റി വെച്ചാലും മോൾക്ക് തിരിച്ച് പിന്നെ ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഏറ്റവും അവസാനമായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷയുണ്ടായിരുന്നു. മാതാവിനോട് ഞങ്ങൾ അന്നേരം പ്രാർത്ഥിച്ചു, മാതാവ് ഞങ്ങളുടെ കൈമേൽ തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാണ്, മാതാവ് ഒന്ന് ഇടപെട്ടാൽ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഉറപ്പായും അവിടെ വന്ന് ഉടമ്പടി എടുത്തോളാമെന്ന് മാതാവിന് ഇതുപോലെ തന്നെ വാക്ക് പറഞ്ഞു. ഞങ്ങൾ മോൾക്ക് ട്രീറ്റ്മെൻറ്റ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് തൊട്ട് മുൻപത്തെ ആഴ്ച, അതായത് 15-ാം തീയതി എൻ്റെ മോളെ അഡ്മിറ്റാക്കി മജ്ജ മാറ്റിവെക്കാൻ വേണ്ടി ജനുവരി 15-ന് അഡ്മിറ്റ് ചെയ്ത് ഞാൻ ജനുവരി 13-ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ കണ്ടിന്യൂസ് മോളുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ മോനാണ് മോൾക്ക് വേണ്ടിയിട്ട് മജ്ജ കൊടുത്ത് സഹായിച്ചത്. അപ്പോൾ ആ മോനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, മോനും ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ചെയ്യൂല, ഞാൻ കൊടുക്കൂല അമ്മേ എന്നൊക്കെ എന്നോട് ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ധൈര്യം കൊണ്ടായിരിക്കാം മോൻ ഒരു കുഴപ്പം കൂടാണ്ട് എല്ലാത്തിനും സമ്മതിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയുടെ അനിയത്തി ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൻ്റെ റൂമിലേക്ക് ഈശോ അതിവേഗ സ്പീഡിൽ കയറി പോകുന്നതായിട്ട് കണ്ടു എന്ന് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഞാൻ ICUവിലാണ് മോളുടെ അടുത്ത്. ആ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ എനിക്ക് ഫോൺ വന്നു, മോൻ്റെ മജ്ജ എടുത്ത് എല്ലാം ശരിയായി, മോനെ ഒരു കുഴപ്പമില്ല, മോനെ വാർഡിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാൻ മാതാവിനെ ഈശോയ്ക്കും ആ ICUവിനുള്ളിൽ മോളുടെ അടുത്തിരുന്ന് മുട്ടുകൂത്തി ഞാൻ ഈശോയ്ക്ക് മാതാവിന് നന്ദി പറഞ്ഞു.
അത് കഴിഞ്ഞ് മോൾക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം ഞങ്ങൾ ഇവിടെ വന്ന ആൾക്കാരെ നമുക്ക് കാശ് രൂപം ഉപ്പും എല്ലാം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിലെ ഹോസ്പിറ്റലിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനകത്തെല്ലാം ഉപ്പിട്ട് ഭക്ഷണം കൊടുക്കുകയും അതിലും തൊട്ട് പ്രാർത്ഥിച്ചു. പിന്നെ മാർച്ച് 29 2025 മാർച്ച് 29 എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു മോൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്ത സമയം മുതൽ മോൾക്ക് ആ സമയം വരെ മോൾക്ക് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു, ഇൻഫെക്ഷനായിരുന്നു. മോൾക്ക് എന്ത് ഡോക്ടർമാർ ഒന്നും വന്ന് നോക്കിയാലും ഡോക്ടർമാർ ഞങ്ങളോടൊന്നും ഒരു കാര്യവും പറയാണ്ട് പുറത്തേക്ക് പോകുമായിരുന്നു. കാരണം അത്രമേൽ ക്രിട്ടിക്കലായിരുന്നു. മോളുടെ വയറെല്ലാം ഇങ്ങനെ വീർത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആഴ്ച ഉടമ്പടി എടുത്ത ആ സമയം മുതൽ അങ്ങോട്ടേക്ക് മോൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഒരാഴ്ച കൊണ്ടെല്ലാം ക്ലിയർ ചെയ്തു. മോളെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ക്യൂബിക് റൂമിലേക്ക് മാറ്റുകയും തുടർന്ന് ട്രീറ്റ്മെൻറ്റ് പിന്നീട് ഒരാഴ്ച കൊണ്ട് ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ആ മോൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അവിടെ 3 കുട്ടികളാണ് ആ ട്രീറ്റ്മെൻറ്റിൽ തന്നെ മരണപ്പെട്ടു പോയത്. അതിലൊരു കുട്ടി പിന്നെ 10-13 വയസ്സുള്ളൊരു കുട്ടിയും പിന്നെ 3-2 വയസ്സുള്ള 2 കുട്ടികളുമായിരുന്നു മരിച്ചത്. എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് ഇത്രത്തോളം എത്തിച്ചു തന്നു. അത് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലൈസ് എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോരാമെന്ന് പറയുന്ന സമയത്തായിരുന്നു മോൾക്ക് വീണ്ടും പനി വന്നു. പെട്ടെന്ന് ഡോക്ടർ ഞങ്ങൾ നാട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിലേക്ക് വരാൻ വണ്ടി വരെ ബുക്ക് ചെയ്തു. ആ ബുധനാഴ്ച മോൾക്ക് വീണ്ടും പനി വന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് നെറ്റി കുരിശ് വരച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് മോൾക്ക് വല്ലാണ്ട് പനിയാണ്, മോൾ കിടക്കുകയാണ്. ഞാൻ പുറത്ത് തിണ്ണക്കിരുന്ന് കൊന്ത ചൊല്ലുന്നുണ്ട്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നെ ഈ ചന്ദ്രൻ്റെ ഉള്ളിൽ ഈശോ ഒരു കുഞ്ഞിനെ കോരിയെടുത്ത് നിൽക്കുന്ന ഒരു രൂപം ശരിക്കും തെളിഞ്ഞ് ഞാനും അമ്മയും കണ്ടു. അമ്മയും ഞാനും ഒന്നിച്ചിരുന്ന് തിണ്ണയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരുന്നു ഈ രൂപം കണ്ടത്. ആകാശത്ത് ചന്ദ്രനുള്ളിൽ ഈശോ ഒരു കുഞ്ഞിനെ കോരിയെടുത്ത് നിൽക്കുന്ന ഒരു രൂപം ശരിക്കും തെളിഞ്ഞ് കാണാം. അവിടുന്ന് ചുവന്ന ഡ്രസ്സ്, ഒരു എന്നാ പറയണ്ട ചുവന്ന അങ്കി ഇങ്ങനെ നീണ്ടത്തിൽ പാറി നിൽക്കുന്ന അത് ശരിക്കും തെളിഞ്ഞ് കാണുമായിരുന്നു. അത് ഞങ്ങൾ കണ്ടപാടെ മോള് പെട്ടെന്ന് ചാടി എണീറ്റ് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ട് എണീറ്റ് ഞാൻ ഓടിപ്പോയി നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ പനി പൂർണ്ണമായിട്ട് മാറിയിരുന്നു. കുഞ്ഞിനെ തണുത്ത് വിറച്ച് നല്ലപോലെ വേർത്ത് പനിയെല്ലാം വിട്ടിരുന്നു. അത് വലിയൊരു അനുഭവം സാക്ഷ്യമായിരുന്നു ഞങ്ങൾക്ക്. അത് ആ സംഭവം നടന്നതിൻ്റെ ആ ആഴ്ച വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് വണ്ടി കയറി ശനിയാഴ്ച ഇവിടെ വന്ന് ഞാൻ 2025 ആഗസ്റ്റ് 30 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. മോൾക്ക് പിന്നീട് ഇനിയും റിപ്പീറ്റ് വരാനുള്ള സാധ്യത ഡോക്ടർമാർ കൂടുതലായിരുന്നു പറഞ്ഞത്. കാരണം മറ്റു മക്കളെ അപേക്ഷിച്ച് ഇവർക്ക് 3 മാസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് റിപ്പീറ്റ് വരാൻ. ആദ്യത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം രണ്ടാമത് റിപ്പീറ്റ് വരാൻ 3 മാസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർമാർ ഒരു പ്രദേശം ഈ മജ്ജ മാറ്റി വെച്ചെങ്കിലും തിരിച്ചിത് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെയായിരുന്നു അന്നേരം ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ഇപ്പം കുട്ടിക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞു. ഇപ്പം മോൾക്ക് ഫോളോ അപ്പ് മാത്രം, അതായത് 3 മാസം കൂടുമ്പം ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മെഡിസിനും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി തന്നിട്ടുണ്ട് മാതാവ്. അത് വലിയൊരു അനുഗ്രഹമാണ്. മോൾക്ക് മുൻപേ മജ്ജ മാറ്റി വെച്ച ഒരു കുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലൈസ് ആഴ്ചയ്ക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. മോൾക്ക് മാത്രം ഒരു കുഴപ്പമില്ല. ഇപ്രാവശ്യം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അംഗൻവാടിയിലൊക്കെ വിട്ടു തുടങ്ങിയ സ്കൂളിലൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അത് ദൈവം അതിന് ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് തന്നത്, സഹായിച്ചു. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുമായിരുന്നു, അലർജി പോലെ. അത് ഒരു ദിവസം ഇങ്ങനെ ചൊറിഞ്ഞു തടിച്ച സമയത്ത് ഞാൻ കൃപാസനത്തിൽ തൈലം തൂത്ത് പ്രാർത്ഥിച്ച് ആ തൂത്ത സമയം തന്നെ പെട്ടെന്ന് ആ തൂത്ത ഭാഗത്ത് മൊത്തം തടിപ്പും മാറിഞ്ഞ് പോകുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ പിന്നീട് ഈ നിമിഷം വരെ അങ്ങനത്തെ ഒരു അലർജി പ്രശ്നം എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിട്ടില്ല. എന്നെ പറ്റുന്ന രീതിക്ക് മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. എന്നെ കാണുന്ന പാവപ്പെട്ട ആൾക്കാരെ, റോഡ് സൈഡിലിരിക്കുന്നവരെയൊക്കെ ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ ഇവിടുന്ന് വാങ്ങിയ പത്രങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. റോഡ് സൈഡുകളിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ മംഗലാപുരത്ത് പോകുന്ന സമയത്ത് അവിടെ കർണാടക പത്രം മേടിച്ച് അവിടെ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഡെയിലി കേൾക്കാറുണ്ട്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതം എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പിന്നെ സുവിശേഷം വചനം വായിക്കാറുണ്ട്. സങ്കീർത്തനം 91 എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലാറുണ്ട്. എല്ലാം തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയും
കടപ്പാടും. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിയും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. 1 പീറ്റർ 1:7 നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങളുടെ നിമിഷങ്ങളിൽ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം, എൻ്റെ വിശ്വാസം എവിടെയെന്ന്. പരീക്ഷണങ്ങളുടെ നടുവിൽ വിശ്വാസത്തെ നശിപ്പിക്കാനല്ല, മറിച്ച് ശുദ്ധമാക്കിയാണ് ഉടമ്പടിയിലൂടെ നാം കാണുന്നത്. വിശ്വാസമുണ്ട്, പക്ഷേങ്കിൽ ആ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. നമ്മൾ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും പല വ്യക്തികളും ഇടപെടുകയും നമുക്കൊരു വഴി കാണിച്ച് വഴി തുറന്നു തരികയാണ്. അഗ്നിശോധനയെ അതിജീവിക്കാനുള്ള ഒരു ധൈര്യമാണ് പല രീതിയിൽ ദൈവം നമുക്ക് നൽകുന്നത്. ജിംഷ അജേഷ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ മകളുടെ ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു. എല്ലാം ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് മകൾ ICUവിലേക്കായിരുന്നു. ബ്ലഡ് ക്യാൻസറാണ്. AML ക്യാൻസർ വളരെ ക്രിട്ടിക്കൽ. മകളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോലും ഒരിക്കലും മാച്ച് ചെയ്യാത്ത വളരെ റെയറായിട്ടുള്ള O നെഗറ്റീവാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോലും ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെയാണ് മകൾ ICUവിലായിരുന്നപ്പോൾ പെട്ടെന്ന് ഈ അമ്മ തന്നെയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തത്. അന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് മകൾ സൗഖ്യപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് നേർന്നിരുന്നു. പക്ഷെങ്കിൽ അത് സാധിച്ചില്ല. പിന്നീട് 3-ാം മാസം വീണ്ടും റിപ്പീറ്റഡായി ബ്ലഡ് ക്യാൻസർ വീണ്ടും വന്നു. പിന്നീട് ഈ മകൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഈ അച്ഛൻ, അതായത് ഹസ്ബൻഡ്, ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയാണ്. അന്ന് തൊട്ട് ആ ഉടമ്പടി എടുത്ത നിമിഷം മുതൽ മകൾക്കുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും റെസ്പോണ്ടായി, മെഡിസിനെല്ലാം വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ മകൾക്ക് ട്രീറ്റ്മെൻറ്റിന് ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൂടെ ഉണ്ടായിരുന്ന മക്കൾ 2-3 പേര് ഈവൻ ലോസ്റ്റ് ലൈഫ്. പക്ഷേങ്കിൽ ഇവർ ഉടമ്പടി എടുത്തുകൊണ്ട് ഒരു ധൈര്യമുണ്ടായിരുന്നു. ഈശോയും അമ്മയും കൂടെ ഉണ്ട് എന്നുള്ളൊരു വിചാരം. ICUവിലായിരുന്നപ്പോഴും ഈ മകളുടെ ആൻറ്റിയൊക്കെ ഉടമ്പടിയിലാണ്. അവരെ ഉടമ്പടി എടുത്തതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻറ്റിക്ക് തന്നെ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ഈശോയുടെ ഒരു സാന്നിധ്യം ICUവിലേക്ക് പോകുന്നതായിട്ട്. ആ ആൻറ്റി തന്നെയാണ് ഈ മകളോട് പറഞ്ഞത്, പേടിക്കേണ്ട, ഈശോ ICUവിലുണ്ട്, ഞാനത് കണ്ടു എന്ന്. അപ്പോൾ ഈ മകൾക്കൊരു ധൈര്യമായി. നമുക്കൊന്നും എല്ലാം നഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയിലുള്ള മക്കളാണ്. ആ ആൻറ്റി ഉടമ്പടിയിലുള്ള ആൻറ്റിയാണ്. ആ ആൻറ്റി പ്രാർത്ഥിച്ച് മകളോട് പറയുകയാണ്, പേടിക്കേണ്ട, ഈശോയുണ്ട്, ICUവിലേക്ക് പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാവും ഒരുപക്ഷെ ഈ മകൾ പെട്ടെന്ന് തന്നെ മകൾക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം ക്ലിയറാക്കാൻ സാധിക്കുകയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും സാധിക്കുകയും ചെയ്തത്. പിന്നീടാണ് ഈ അച്ഛൻ തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ അന്നേരം ഉപയോഗിക്കുമായിരുന്നു. മറ്റാരോ കൊടുത്ത ഉടമ്പടി നേർച്ച വസ്തുക്കൾ. പിന്നീട് സ്വന്തം ഉടമ്പടി തൈലം തേച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 വർഷമായി. എല്ലാം ക്ലിയറാക്കിയതിന് ശേഷം മനസ്സിലായതായിട്ട് ഈശോയുടെ അമ്മയും പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകി. ഉടമ്പടിയിലാണ് ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ ഈ കുടുംബം വന്നിരിക്കുന്നത്. നമുക്കറിയാം, ബ്ലഡ് ക്യാൻസർ നമുക്ക് പ്രതീക്ഷ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏത് സ്ഥിതിയിലായാലും എന്ത് സ്ഥിതിയിലായാലും അമ്മ തന്നെ ഇടപെടുകയാണ്. അതിനുള്ള ഒരു അടയാളമാണ് ഈ മകൾ ഫോൺ പല പ്രാവശ്യം അൺലോക്ക് ചെയ്തപ്പോഴും കൃപാസന അമ്മ തന്നെ നേരിട്ട് പോവുകയാണ്. അതൊരിക്കലും കിട്ടാത്ത ആ ഉടമ്പടി സാക്ഷ്യങ്ങൾ, ഉടമ്പടി മൊബൈൽ അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ സാക്ഷ്യങ്ങളാണ് വരുന്നത്. അതും ഒരു സാക്ഷ്യം കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു, പ്രതീക്ഷ നൽകുവാനായിട്ട്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. ഉടമ്പടിയിലാകുമ്പോൾ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് പിന്നെ മകളും പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുകയാണ്.
ഡിസ്ചാർജ് ആകേണ്ട ദിവസം വീണ്ടും പനി വന്നു. പക്ഷേ ആകാശത്തിൽ വീണ്ടും ഒരു അടയാളം കൊടുക്കുകയാണ്. ചന്ദ്രനുള്ളിൽ ഈശോ ഒരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നത്. അവിടെയും ഈശോ ഒരു പ്രതീക്ഷ നൽകി. ആ കണ്ട നിമിഷം തന്നെ ഈ മകൾ സൗഖ്യപ്പെടുകയാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷം. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാളും വിലയേറിയതായിരിക്കും ആ ദൈവത്തിലുള്ള ആ വിശ്വാസമുള്ളപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ സ്നേഹവും ആ സംരക്ഷണവുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ കുടുംബം പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച ഈ രോഗസൗഖ്യത്തിന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ സാധിച്ചു എന്ന് പറഞ്ഞാണ് ഈ മകൾ സാക്ഷ്യം തുടങ്ങിയത്. അത് ഒരു വലിയ കൃപയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയും കാരുണ്യവുമാണ് ഈ രോഗസൗഖ്യം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്ത് ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങളുടെയും പരീക്ഷകളുടെയും നടുവിൽ ഈശോയും അമ്മയെയും കരം പിടിച്ച് തീഷ്ണതയോടെ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഇന്നത്തെ വേദനകൾ താൽക്കാലികമാണെന്നും ജീവിതത്തിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ നിത്യതയിലേക്ക് നയിക്കുന്നതും നമ്മളിൽ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന ആ വിശ്വാസം. ആ വിശ്വാസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തയുടെ ഉടമ്പടി നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ, നമ്മുടെ ഓരോ വേദനയിലൂടെയും മഹത്വത്തിലേക്കുള്ള വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജിംഷ അജേഷിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.